ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ കുറേയധികം സമയം ആവശ്യമായി വന്നു. ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഒക്കെ തന്നെ ഒരു ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ മറ്റ് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, പാരഫർണേലിയ ഇതെല്ലാം തയ്യാറാക്കിയിട്ടല്ല നമ്മുടെ ഈ 5 പേരടങ്ങുന്ന കമ്മീഷനെ സർക്കാർ അന്ന് നിയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ അതിൻ്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരം വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കമ്മീഷന് മുൻകൈയെടുത്ത് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 10 മാസക്കാലത്തിനിടയിൽ കമ്മീഷന് ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 11 സിറ്റിംഗ് ഇതിനിടയിൽ കമ്മീഷൻ നടത്തി. കമ്മീഷൻ്റെ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കപ്പെടുന്ന ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ നമുക്ക് മുമ്പേ നടന്നുപോയവരൊന്നും തന്നെ ഇല്ല. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കാനും അതിനെ പിന്തുടരാനും ഒക്കെ തന്നെ നമുക്ക് മുമ്പേ പോയവരില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കമ്മീഷൻ ഇങ്ങനെ രൂപീകരിക്കപ്പെടുമ്പോൾ അവർ നമ്മളെ ആയിരിക്കും പിന്തുടരുക. അപ്പോൾ അതുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന് രൂപം എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി കേരളത്തിലെ ഈ വയോജന രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യക്തികളുണ്ട്. വയോജനങ്ങളുടേതായിട്ടുള്ള സംസ്ഥാന അടിസ്ഥാനത്തിലും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അതുപോലെ ഇതിനകത്ത് താല്പര്യമുള്ള നിരവധി വ്യക്തികളുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് കാര്യമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ തരത്തിൽ ഈ രംഗത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ എല്ലാം കാണണം. കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുടെ അഭിപ്രായം അറിയണം. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി അവരുടെ അഭിപ്രായം അറിയണം. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പോയി ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ യോഗം വിളിച്ചു ചേർക്കാനാണ് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത്. അങ്ങനെ എല്ലാ ജില്ലകളിലും പോയി യോഗം നടത്തുകയുണ്ടായി, അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയുണ്ടായി. അവരുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കുകയും അതെല്ലാം കൺസൾട്ടേറ്റ് ചെയ്ത് ഇന്ന ആവശ്യങ്ങളാണ് കേരളത്തിലെ വയോജനങ്ങൾ ഇന്ന് നേരിടുന്നത്, അവർക്ക് പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമികമായ റിപ്പോർട്ട് തന്നെ ഞങ്ങൾ ഗവൺമെൻറ് സമർപ്പിക്കുകയും ചെയ്തു.